ഹായ് എവരൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് SSC ഹിസ്റ്ററിയിലെ പാർട്ട് 1 ടോപ്പിക്കാണ്. പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് അല്ലേ, ഹിസ്റ്ററിക്ക് മുന്നേയുള്ള പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് അല്ലേ, പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാൻ പോകുന്നു. ഓക്കെ, സോ പ്രീ ഹിസ്റ്ററി റെഫേഴ്സ് ടു ദ ടൈം ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ്. അതെ, എഴുതുന്നതിന് മുമ്പ് അല്ലേ, എഴുതുന്നതിനൊക്കെ മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്തിനാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. പ്രീ ഹിസ്റ്ററി റെഫേഴ്സ് ടു ദ ടൈം ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്ററി. എവിഡൻസ് കംസ് ഫ്രം ആർക്കിയോളജി, ടൂൾസ്, ബോൺസ് ആൻഡ് കേവ് ആർട്ട് അല്ലേ. ഈ പ്രീ ഹിസ്റ്ററിന്റെ എവിഡൻസ് വരുന്നത് ആർക്കിയോളജി, ടൂൾസ്, ബോൺസ്, കേവ് ആർട്ട് തുടങ്ങിയ സാധനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിന്റെ എവിഡൻസ് നമുക്ക് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രീ ഹിസ്റ്ററി സ്റ്റഡി ത്രൂ സ്റ്റോൺ ടൂൾസ്, ഫോസിൽസ് ഫൗണ്ട് ഇൻ എക്സ്കവേഷൻ അല്ലെ. ഇന്ത്യയിൽ നമ്മൾ പ്രീ ഹിസ്റ്ററി പഠിക്കുന്നത് ഇതേപോലെ സ്റ്റോൺ ടൂൾസ്, ഫോസിൽസ്, എക്സ്കവേഷനിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ത്യയിൽ പ്രീ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഡഡ് ഇൻ ടു സ്റ്റോൺ ഏജ്, ചാൽക്കോലിത്തിക് ഏജ് ആൻഡ് അയൺ ഏജ് അല്ലെ. നമ്മളെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്റ്റോൺ ഏജ്, ചാൽക്കോലിത്തിക് ഏജ്, അയൺ ഏജ് എന്ന് പറഞ്ഞ മൂന്നായിട്ട് നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ മെയിൻ സൈറ്റ്സ് ഒക്കെ വരുന്നത്. ഈ മാപ്പിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ മെയിൻ സൈറ്റ്സ്. അതിലൊന്നല്ലേ ഇവിടെ ബിംബേഡ്ക, പിന്നെ നമ്മുടെ ഇവിടെ ഹിരൺ വാലി, അങ്ങനെ പല പല മെയിൻ അതിൽ കണ്ടില്ലേ, കുർണൂല്, ചിറ്റൂർ, ഇങ്ങനെ തുടങ്ങിയ പല പല സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് ആണ്. അതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന പാർട്ടുകളിൽ കവർ ചെയ്യും. സോ സ്റ്റോൺ ഏജിൻ്റെ ഓവ്യൂ എന്ന് പറയുമ്പോൾ സ്റ്റോൺ ഏജ് മെയിനായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്ന് പറഞ്ഞ് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നാണ് പാലിയോലിത്തിക് ഏജിനെ പറയുന്നത്. ഓക്കെ, ഓൾഡ് സ്റ്റോൺ ഏജ്. മെസോലിത്തിക് പറയുമ്പോൾ മിഡിൽ സ്റ്റോൺ ഏജ്, ആൻഡ് നിയോലിത്തിക് എന്ന് പറയുമ്പോൾ ന്യൂ സ്റ്റോൺ ഏജ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്കൊരു ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി അല്ലേ, 3000 BC ടു നവഡേയ്സ്, അതായത് 3000 BC മുതൽ ഇപ്പോഴുള്ള കാലം വരെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. 3 million years to 300 BC നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ കാറ്റഗറി കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റോൺ ഏജിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നെയിം ബേസ്ഡ് ഓൺ ടൂൾ മേക്കിംഗ് ടെക്നിക്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലേ. ഈ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഏജ് എന്നൊക്കെ നെയിം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ടൂൾ മേക്കിംഗ് ടെക്നിക്ക്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കണ്ടിട്ടാണ് ഈ നെയിംസ് എല്ലാം ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അടുത്തത് പാലിയോലിത്തിക് ഏജ് ആണ്. പാലിയോലിത്തിക് ഏജ് അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 million years അല്ലെ, 2 million years ago to 10,000 BCE ആണ് ഈ പാലിയോലിത്തിക് ഏജിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈൽ ആണ് അല്ലേ. ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലാണ് ഈ പാലിയോലിത്തിക് ഏജിന്റെ മെയിൻ സാധനമായിട്ട് പറയുന്നത്. പിന്നെ ലിവ്ഡ് ഇൻ കേവ്സ് ഓർ അണ്ടർ റോക്ക് ഷെൽട്ടേഴ്സ് അല്ലെ. കേവ്സിലും റോക്ക് ഷെൽട്ടേഴ്സിലൊക്കെയാണ്, അതായത് ഗുഹയ്ക്കുള്ളിലും വേറെ പാറമടകളിലും പാറയുടെ അടിയിലൊക്കെ ആയിട്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ യൂസ്ഡ് ക്രൂഡ് ഹാൻഡ് ആക്സസ്, ചോപ്പേഴ്സ് ആൻഡ് ഫ്ലേക്സ് അല്ലെ. ഇവരെ ഹാൻഡ് ആക്സസ്, ചോപ്പേഴ്സ്, ഫ്ലേക്സ് ഒക്കെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള വസ്തുക്കളൊക്കെ അവർ ആയുധങ്ങളാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നോ നോളജ് ഓഫ് ഫാമിംഗ് ഓർ പോട്ടറി അല്ലെ. അവർക്ക് ഫാമിങ്ങോ അല്ലെങ്കിൽ പോട്ടറി തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു നോളജ് ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അവർ മെയിൻ ആയിട്ട് ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ നോളജ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഫയർ ഡിസ്കവറി ഇൻ ലേറ്റർ സ്റ്റേജ് അല്ലെ. അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫയർ ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ മെയിൻ സൈറ്റ്സ് ആയിട്ട് പറയുന്നത് ബിംബേഡ്ക അല്ലെ. ബിംബേഡ്ക എവിടെ വരുന്നത്? ഇന്നത്തെ മധ്യപ്രദേശിലാണ് ബിംബേഡ്ക വരുന്നത്. അത് കഴിഞ്ഞിട്ട് പല്ലവരം, അത് തമിഴ്നാട്ടിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഹുൻസ്കി, അത് എവിടെയായിരുന്നു? കർണാടകയിലായിട്ടാണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് പാലിയോലിത്തിക് ഏജിനെ പറ്റി പറയാനുള്ളത്. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലായിരുന്നു പാലിയോലിത്തിക് ഏജിൽ ഇവർ ജീവിച്ചിരുന്നത്. അവർ ഇതിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലായിരുന്നു ഫയർ ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെസോലിത്തിക് ഏജ് വരികയാണ്. ഓക്കെ, മെസോലിത്തിക് ഏജ് അഥവാ മിഡിൽ സ്റ്റോൺ ഏജ് വരികയാണ്. സോ ഇതിന്റെ ടൈം പീരീഡ് പറയുന്നത് 10,000 BCE മുതൽ 8,000 BCE വരെയാണ് നമ്മുടെ മെസോലിത്തിക് ഏജിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ ട്രാൻസിഷൻ ഫേസ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക് അല്ലെ. പാലിയോലിത്തിക്കിന്റെ നിയോലിത്തിക്കിന്റെ ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ഈ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോലിത്സ് അല്ലെ. ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോലിത്സ് പറയുമ്പോൾ ഇതേപോലുള്ള കണ്ടില്ലേ, നമ്മൾ ഈ കാണുന്ന പോലുള്ള കുറച്ച് ചെറിയ ചെറിയ സ്മോൾ സ്റ്റോൺ ടൂൾസ് അല്ലെ, ചെറിയ കല്ലുകൊണ്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തിനാണ് നമ്മൾ ഈ മൈക്രോ ലിത്സ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ
കല്ലുകൾ കൊണ്ടുള്ള ടൂൾസിനാണ് മൈക്രോലിത്സ് പറയുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഈ മെസോലിത്തിക് ഏജിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സെമി സെറ്റിൽഡ് ലൈഫ്, സീസണൽ ക്യാമ്പ്സ് അല്ലേ, അവർക്കൊരു സെമി സെറ്റിൽഡ് ലൈഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കൂടാതെ സീസണൽ ക്യാമ്പ്സും ഉണ്ടായിരുന്നു. അതിനുശേഷം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ബിഗിൻസ് അല്ലേ, ആനിമൽസിൻ്റെ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങുകയാണ്, അതായത് ഇണക്കി വളർത്താൻ തുടങ്ങുകയാണ്. ലൈക്ക് ഡോഗ്, ഗോട്ട്, ഷീപ്പ് അല്ലെ, ആട്, പട്ടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് ഇവരെ ഇണക്കി വളർത്താൻ തുടങ്ങുകയാണ് നമ്മുടെ മെസോലിത്തിക് ഏജിൽ അല്ലെ, ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് കണ്ടിന്യൂ അല്ലെ, അവർ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് ലൈഫ് സ്റ്റൈൽ അവർ തുടർന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റോക്ക് ആർട്ട് ഫ്ലോറിഷസ് അല്ലെ, കല്ല് നമ്മുടെ ഈ റോക്ക് ആർട്ട്, അതായത് നമ്മൾ കല്ലിലൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പഴയകാല ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ കുറച്ചുകൂടി കൂടി വരികയാണ് അല്ലെ. റോക്ക് ആർട്ട് ഇതാ ഇവിടെ കാണുന്ന പോലെ ഇതേപോലുള്ള റോക്ക് ആർട്സ് ഒക്കെ എന്താ പറയുന്നത് ഈ മെസോലിത്തിക് ഏജിൽ കൂടി വരികയായിരുന്നു. കൂടുതൽ അവർ എന്താ പറയുന്നത് റോക്ക് ആർട്ടൊക്കെ കൂടി വന്നിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജ് അഥവാ ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന നിയോലിത്തിക് ഏജ്. ഓക്കെ, ഇതിന് ടൈം പീരീഡ് പറയുന്നത് 8000 BCE മുതൽ എന്താ പറയുന്നത് 4000 BCE വരെയാണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ അഗ്രികൾച്ചർ ബിഗിൻസ് അല്ലെ, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യണം. അവർ വീറ്റ്, ബാർലി, റൈസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ നിയോലിത്തിക് ഏജിൽ അവരെന്താ അഗ്രികൾച്ചർ കൾട്ടിവേഷൻ തുടങ്ങി. അതിനുശേഷം നമ്മളെ പോട്ടറി അല്ലെ, പോട്ടറി ഫോർ സ്റ്റോറിങ് ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളവും ഫുഡൊക്കെ ശേഖരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പോട്ടറി കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. പോട്ടറി പറഞ്ഞാൽ ലൈക്ക് എന്താ പറയുക അവർ മണ്ണുകൊണ്ടുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് കാറ്റിൽ, ബഫലോ, ഷീപ്പ് അല്ലെ, ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഡോഗ്, ഗോട്ട്, ഷീപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ അവരെന്തായി കാറ്റിൽ, ബഫലോ, ഷീപ്പ് തുടങ്ങിയവയുടെയൊക്കെ ഒരു ഡൊമസ്റ്റിക്കേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത പോയിന്റ് പറയുമ്പോൾ സെറ്റിൽഡ് വില്ലേജസ് വിത്ത് മഡ് ബ്രിക്ക് ഹൗസസ് അല്ലെ, അവർ മഡ് കൊണ്ടുള്ള ബ്രിക്കുകൾ, അതെ കളിമണ്ണ് കൊണ്ടുള്ള ബ്രിക്കുകൾ ഉണ്ടാക്കി, കട്ടകൾ ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ അവർ വില്ലേജ് ഒക്കെ സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് യൂസ് ഓഫ് പോളിഷ് സ്റ്റോൺ ടൂൾസ് അല്ലെ, അതായത് ഈ സ്റ്റോൺ ടൂളുകളൊന്ന് കുറച്ചും കൂടി പോളിഷ് ചെയ്തിട്ട് അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ കാണുന്ന പോലെ ഇങ്ങനെ പോളിഷ് ചെയ്തിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഒക്കെ ആ കാലത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എന്ന് പറയുന്നത് മെർഗർഹ ഉണ്ട്, അത് പാകിസ്ഥാനിലാണ് വരുന്നത്. പിന്നെ ചിരാന്ത്, അത് ബീഹാറാണ്. ബുർസാഹോം, അത് കാശ്മീരിലാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതിന് ശേഷം അടുത്തതായിട്ട് വരുന്ന ഏജ് ആണ് നമ്മുടെ ചാൽക്കോലിത്തിക് ഏജ് അല്ലെ, അല്ലെങ്കിൽ കോപ്പർ സ്റ്റോൺ ഏജ് എന്നൊക്കെ പറയുന്ന ആ ടൈം. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 4000 BCE മുതൽ 10,000 BCE വരെയാണ് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ യൂസ് ഓഫ് കോപ്പർ എലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ് അല്ലെ, അതായത് സ്റ്റോൺ ടൂൾസിന്റെ കൂടെ തന്നെ ഇവർ കോപ്പറും യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം അല്ലെ. കോപ്പർ സ്റ്റോൺ ഏജ് അത് തന്നെ ഉണ്ട്, ഇവർ ഇതിൽ കോപ്പറും കൂടെ യൂസ് ചെയ്യാൻ തുടങ്ങി ഈ ഏജിൽ. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് റൂറൽ സെറ്റിൽമെന്റ്സ് വിത്ത് അഗ്രികൾച്ചറൽ ആൻഡ് കാറ്റിൽ റിയറിംഗ് അല്ലെ. അവർ റൂറൽ സെറ്റിൽമെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ അഗ്രികൾച്ചറൽ, കാറ്റിൽ റിയറിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പശുക്കളെ മേയ്ക്കുന്നതും അഗ്രികൾച്ചർ കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചാൽക്കോലിത്തിക് ഏജിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പെയിന്റഡ് പോട്ടറി വിത്ത് ജിയോമെട്രിക് പാറ്റേൺസ് അല്ലെ, ആ ഒരു പോട്ടറി, അതായത് അവരെ കളിമൺ പാത്രങ്ങളിലൊക്കെ ജിയോമെട്രിക് പാറ്റേൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തു തുടങ്ങിയോ. അതെ, ഓക്കെ. അതിനുശേഷം നമുക്ക് വരുന്നതാണ് അടുത്ത പോയിന്റ്, നോൺ ഫോർ അഹബനാസ് കൾച്ചർ ആൻഡ് മാൽവ കൾച്ചർ അല്ലെ. ഇങ്ങനത്തെ രണ്ട് കൾച്ചേഴ്സും ഇവിടെ എന്താ പറയുന്നത് ഈ സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇതിനെപ്പറ്റി നമ്മൾ വരുന്ന പാർട്ടിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം എന്താ പറയുന്നത് കോപ്പർ ടൂൾസ് അല്ലെ. കോപ്പർ ടൂൾസ് ആയിട്ടുള്ള എങ്ങനത്തെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആക്സസ്, ചൈസൽസ്, സ്പെർ ഹെഡ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ, ഇങ്ങനത്തെ കുറേ കോപ്പർ ടൂൾസും നമ്മൾ എന്താ പറയുന്നത്, ആക്സ് ഒക്കെ പറയുമ്പോൾ മഴു, ഇങ്ങനത്തെ പല സാധനങ്ങളും ഇവർ ഈ ചാൽക്കോലിത്തിക് ഏജിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനത്തെ പല കോപ്പർ ടൂൾസ് ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം വരുന്നതാണ് അയൺ ഏജ് അല്ലെ. അയൺ ഏജ് പേര് പോലെ തന്നെ അതിൽ അവർ അയൺ ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അയൺ ഏജ് എന്ന് പറയുന്നത്. 1200 BC മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള കാലത്തിനെയാണ് നമ്മൾ എന്താ പറയുക അയൺ ഏജ് എന്ന് പറയുന്നത് അല്ലെ. ഇതിന് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ യൂസ് ഓഫ് അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് അല്ലെ. നമ്മൾ അയൺ ടൂൾസും വെപ്പൺസും ഒക്കെ ആ സമയത്ത് അയൺ ഏജിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. മോർ അഡ്വാൻസ് അഗ്രികൾച്ചർ ആൻഡ് വാർഫെയർ അല്ലെ. അവർ അഗ്രികൾച്ചർ കൃഷിയിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയി, ആൻഡ് വാർഫെയർ അല്ലെ, പുതിയ വാർഫെയർസും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതിനുശേഷം അവർ മെയിനായിട്ട് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് മഹാജനപദാസ് ഇൻ നോർത്തേൺ ഇന്ത്യ അല്ലെ. മഹാജനപദാസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് SSCയിൽ. നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നതാണ്. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അയൺ ഏജിലാണ് എന്താ പറയുന്നത് മഹാജനപദാസ് ഒക്കെ ഫോർമേഷൻ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, അതായത് നമ്മുടെ അയൺ ഏജിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ PGW അല്ലേ, പെയിൻറ്റഡ് ഗ്രേ വെയർ, പിന്നെ എന്താ NBPW പറയുമ്പോൾ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ അല്ലെ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതൊക്കെയാണ് അയൺ ഏജിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. നിങ്ങളിതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ലാസ്റ്റ് സ്ലൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് ഇത്രയും
കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്നുകൂടി മെൻഷൻ ചെയ്യുകയാണ്. സോ ഇതിൽ ഏർലിയസ്റ്റ് മാൻ ഇൻ ഇന്ത്യ അല്ലെ, നർമ്മദ വാലി ഫോസിൽസ് ആണ് നമ്മുടെ ഏർലിയസ്റ്റ് മാൻ ഇൻ ഇന്ത്യ. ഓക്കെ, നർമ്മദ വാലി ഫോസിൽസിനെയാണ് നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഏർലിയസ്റ്റ് മാൻ ഇൻ ഇന്ത്യ കണ്ടുപിടിച്ചത്. പിന്നെ ഓൾഡസ്റ്റ് റോക്ക് ഷെൽട്ടർ പെയിന്റിങ്സ് അല്ലെ, ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള റോക്ക് ഷെൽട്ടർ പെയിന്റിങ്സ് കണ്ടുപിടിക്കുന്നത് ഭിംബേട്കയിലാണ്. ഭിംബേട്ക എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. ഇതൊരു യുനെസ്കോ സൈറ്റ് കൂടിയാണ്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് എവിഡൻസ് ഓഫ് അഗ്രികൾച്ചർ, ആദ്യത്തെ എവിഡൻസ്, അഗ്രികൾച്ചറിന്റെ ആദ്യത്തെ എവിഡൻസ് എന്ന് പറയുന്നത് മെഹർഗറിലാണ്. അത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഉള്ളത്. ഓക്കെ, അതിനുശേഷം പോട്രി അല്ലെ, പോട്രി എപ്പോഴാണ് തുടങ്ങുന്നത്? നിയോലിത്തിക് ഏജിലാണ് നമ്മൾ പോട്രി തുടങ്ങുന്നത്. മെറ്റൽ യൂസ് ഫസ്റ്റ് അല്ലെ, എപ്പോഴാണ് ഫസ്റ്റ് മെറ്റൽ യൂസ് ചെയ്തത്? കോപ്പർ ഏജ് അല്ലെ, കോപ്പർ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചാൽക്കോലിത്തിക് ഏജിലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മെറ്റൽ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഫസ്റ്റത്തെ പാർട്ടിൽ പറയാനുള്ളത്. സോ നമ്മൾ അടുത്തൊരു പാർട്ടിൽ കൂടുതൽ SSC ഹിസ്റ്ററിയുടെ കൂടുതൽ ടോപ്പിക്സ് കാര്യങ്ങൾ കവർ ചെയ്യും. നമ്മളിതൊരു സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ അവസാനം വരെ നമ്മൾ എന്താ പറയുന്നത് SSC ഹിസ്റ്ററി ഫസ്റ്റ് ടു ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും. അങ്ങനെ ആയിരിക്കും ഈ വീഡിയോ സീരീസ് കടന്നു പോവുക. നമ്മൾ ഹിസ്റ്ററി ടോട്ടലായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതിയായിരിക്കും. യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റിൽ ബാക്കി വീഡിയോസ് എല്ലാം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.